വാക്സിൻ എടുത്ത ശേഷം കുഞ്ഞിൻ്റെ പരിചരണം എങ്ങനെയായിരിക്കണം, കുത്തിവയ്പ്പിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതിൻ്റെ പരിഹാരങ്ങളും, എപ്പോഴാണ് ഡോക്ടറിനെ സമീപിക്കേണ്ടത്, ഇവയൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ക്ഷേമ. ടൈനി ടമ്മീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കുഞ്ഞിന് ഓരോ പ്രായത്തിലും എടുക്കേണ്ട വാക്സിൻസ് ഏതൊക്കെയെന്നത് പ്രായമനുസരിച്ച് കമൻറ്റ് ചെയ്താൽ പറയാവുന്നതാണ്. കാരണം പല വാക്സിനുകളും ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കുന്നതല്ല. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തേത്, വാക്സിൻ എടുത്ത ശേഷം കുഞ്ഞിന് പ്രോപ്പറായിട്ട് റെസ്റ്റ് കൊടുക്കുക എന്നതാണ്. കുഞ്ഞ് കുറച്ചധികം നേരം ഉറങ്ങാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണാം, പ്രത്യേകിച്ച് വാക്സിൻ എടുത്ത ദിവസങ്ങളിൽ. ഇത് നോർമലാണ്. കുഞ്ഞിനെ കൂടുതൽ സമയം റെസ്റ്റ് അനുവദിക്കുക. രണ്ടാമത്തേത്, കുഞ്ഞിൻ്റെ ഡ്രസ്സിങ്ങിനെ പറ്റിയാണ്. ലൂസായ കംഫർട്ടബിളായ വസ്ത്രം തന്നെ കുഞ്ഞിനെ ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് ഇറുക്കമുള്ളതും ഇഞ്ചക്ഷൻ ചെയ്ത ഭാഗത്തെ ഇറിറ്റേറ്റ് ചെയ്യുന്നതുമായ വസ്ത്രം കഴിവതും അവോയ്ഡ് ചെയ്യുക. സോഫ്റ്റായ ബ്രീത്തബിളായ കോട്ടൺ വസ്ത്രം തന്നെ കുഞ്ഞിനെ ധരിപ്പിക്കുക. തുടയിലും കയ്യിലും ഒക്കെ തട്ടാത്ത രീതിയിലുള്ള ലൂസായ വസ്ത്രങ്ങൾ ധരിപ്പിക്കുക. മൂന്നാമത്തേത്, കുഞ്ഞിനെ ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. കുഞ്ഞിന് ഡയപ്പർ സെലക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ടൈറ്റ് അല്ലാത്ത, ടേപ്പ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഒട്ടിക്കാനായിട്ട് പറ്റുന്ന ഡയപ്പർ യൂസ് ചെയ്യുക. ഇത് ഫ്രിക്ഷനും കുഞ്ഞിന് റാഷസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടും സഹായിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ടേപ്ഡ് ആയിട്ട് ഡയപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് കുഞ്ഞിൻ്റെ കുത്തിവയ്പ്പെടുത്ത ഭാഗത്തെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കുറയ്ക്കുകയും ചെയ്യും. പാൻ ഡയപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കാല് വഴിയൊക്കെ കയറ്റുന്ന സമയത്ത് കുഞ്ഞിന് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ടേപ്ഡ് ഡയപ്പർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത്, കുഞ്ഞിന് പാരസെറ്റമോൾ കൊടുക്കുന്നത് കറക്റ്റ് ഡോസ് ആണെങ്കിൽ മാത്രമേ ചൂടും പനിയും കുറയാനും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനും സഹായിക്കുകയുള്ളൂ. പൊതുവെ കുഞ്ഞിൻ്റെ പ്രായം അനുസരിച്ചാണ് കുത്തിവയ്പ്പ് എടുത്ത ശേഷം ജനറൽ ഡോസ് പറയാറ്. എന്നാൽ കുഞ്ഞിൻ്റെ തൂക്കം അനുസരിച്ചാണ് ഓരോ കുട്ടിക്കും പാരസെറ്റമോൾ ഡോസ് നിർണ്ണയിക്കേണ്ടത്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ വെയിറ്റ് കമൻറ്റ് ചെയ്താൽ ഡോസ് പറയാവുന്നതാണ്. അടുത്തതായിട്ട്, കുഞ്ഞിന് ഫീഡിംഗ് പൊസിഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കുഞ്ഞിൻ്റെ ഫീഡിംഗ് പൊസിഷന് കുത്തിവയ്പ്പ് എടുക്കുന്നത് കാരണം ചില കുഞ്ഞുങ്ങൾ ഈ സ്ട്രെസ് കാരണം പിന്നീട് പാല് കുടിക്കാനായിട്ട് മടി കാണിക്കും. എന്നാൽ കുറച്ച് ദിവസം നിങ്ങൾ സൈഡ് ലൈയിങ് പൊസിഷൻ, അതായത് കിടന്നുകൊണ്ട് മുലയൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിന് പകരം ബോട്ടിൽ ഫീഡിംഗ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നീട് കുഞ്ഞ് അമ്മയുടെ പാല് നിരസിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇത് അമ്മമാർ ശ്രദ്ധിക്കുക. അടുത്തതാണ്, കുത്തിവയ്പ്പ് എടുത്ത ശേഷം കുഞ്ഞിന് നോർമൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ കിടത്താനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് പൊതിഞ്ഞ് വെക്കാനോ തണുപ്പ് അടുപ്പിക്കാനോ പാടില്ല. 25 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് ആണ് AC റൂമാണെങ്കിൽ നിങ്ങൾ കുഞ്ഞിനെ കിടത്തേണ്ടത്. അതുപോലെ തന്നെ ഫാനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് 2 മുതൽ 3 വരെ ഫാനിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക. ഡയറക്റ്റായി കുഞ്ഞിൻ്റെ മുഖത്തേക്ക് കാറ്റടിക്കുന്ന രീതിയിലുള്ള ഫാന് അവോയ്ഡും ചെയ്യുക. കുഞ്ഞ് കുറച്ചധികം നേരം കരയാനും വാശി പിടിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. കുഞ്ഞിനെ ഒരുപാട് അധികം നേരം എടുക്കുകയും കുഞ്ഞിനെ ഒന്ന് റോക്കുകയും സാന്ത്വനിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചില സാഹചര്യങ്ങളിൽ അമ്മമാർക്ക് ഇതിന് കഴിയുകയില്ലെങ്കിൽ ഫാമിലി സപ്പോർട്ടും തേടാവുന്നതാണ്. അടുത്തതായിട്ട്, കുഞ്ഞ് കരഞ്ഞാൽ കൂടി ഹൈഡ്രേഷൻ നിലനിർത്തേണ്ടത് അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ ഫോർമുല ഫീഡിങ് പതിവായിട്ടുള്ള കൊടുക്കുന്ന അളവിൽ തന്നെ, എമൗണ്ടിൽ തന്നെ ശ്രദ്ധിച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ചില സാഹചര്യങ്ങളിലൊക്കെ കുഞ്ഞ് ഉറങ്ങിപ്പോകാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ കുഞ്ഞിനെ വിളിച്ചുണർത്തി തന്നെ നിങ്ങൾ 2 മുതൽ 3 മണിക്കൂർ ഇടവിട്ട് ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ ഫോർമുല കൊടുക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഇത് കുഞ്ഞിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും കുഞ്ഞിന് ഡിസ്കംഫേർട്ട് അവോയ്ഡ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. ഇഞ്ചക്ഷൻ എടുത്ത സ്ഥലത്ത് അമർത്തി തടവാനോ ഐസ് പാക്ക് വെക്കാനോ പാടില്ല. ഇത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. സ്വെല്ലിങ് ഒരുപാട് ഉണ്ടാക്കാനും സാധ്യത കൂടുതലാണ്. ഇതിന് പകരം മറ്റെന്തെങ്കിലും ബാമോ അതുപോലെ തന്നെ ഐസ് വെച്ചിട്ടുള്ള അപ്ലിക്കേഷനോ ഒന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. ഒരുപാട് അധികം സ്വെല്ലിങ് ഉണ്ടാവുകയാണെങ്കിൽ ഡോക്ടറെ കാണുക. ചെറിയ രീതിയിലൊക്കെ ബുദ്ധിമുട്ടുകൾ ഉള്ളത് സ്വാഭാവികമാണ്. അടുത്തതായിട്ട്, കുഞ്ഞിൻ്റെ മുഖത്ത് നീര്, അതുപോലെ തന്നെ കുഞ്ഞിന് ഛർദിൽ, ചൊറിച്ചിൽ, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, ഇവയൊക്കെ 3 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഇത് അലർജിയാണെന്ന് മനസ്സിലാക്കുക. ഡോക്ടറെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിൽ പ്രധാനപ്പെട്ട രോഗപ്രതിരോധ ശേഷിക്കായിട്ട് എടുക്കുന്ന കുത്തിവയ്പ്പിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. അതിനുശേഷം വരുന്ന പോസ്റ്റ് വാക്സിനേഷൻ കെയർ എങ്ങനെയൊക്കെയാണ് നൽകേണ്ടത് എന്നതിനെ പറ്റിയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോകൾക്കായി ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്